ഈ മുഹക്കറാത്തു ദുനൂബിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ഇസ്റാർ ചെയ്യും ആളുകൾ, അത് കണ്ടിന്യൂ ചെയ്യും. ഉദാഹരണം പറയട്ടെ, ഉലമാക്കൾ എണ്ണിയ ഉദാഹരണം, പൗരാണികർ എണ്ണിയതുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് നമ്മുടെ വിഷയം ദീർഘിപ്പിക്കും. ആധുനികർ എണ്ണിയ, പണ്ഡിതന്മാർ എണ്ണിയത് എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? മൊബൈൽ ഫോൺ. സംഗീതം നമുക്ക് ഹറാമാണ്. ആര് ശ്രദ്ധിക്കുന്നു അത്? ഈ കാണുന്ന റീൽസുകളും കോമഡികൾ, അതേപോലെയുള്ള കോമഡിയുടെ ആളുകൾ ഇറക്കുന്ന റീൽസുകൾ, സിനിമാ ക്ലിപ്പുകൾ തുടങ്ങിയ എല്ലാറ്റിലും ഇസ്ലാം ഹറാമാക്കിയ എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഇതെനിക്ക് പറ്റാത്തൊരേർപ്പാടാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? റമദാനിൽ പോലും സാധിക്കുന്നുണ്ടോ? ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പോലും റീൽസിൽ നിന്ന് മോചിതരാണോ? ഒരു സ്ത്രീയുടെ മുഖത്തേക്ക്, അജ്നബിയായ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. യാദൃശികമായി നോക്കിയാൽ ഡെലിബറേറ്റ്ലി രണ്ടാമത് നോക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പക്ഷേ ഈ മൊബൈൽ ഫോണിലേക്ക് നോക്കുമ്പോൾ ഈ നിയമം ആര് പാലിക്കുന്നു? ആര് ശ്രദ്ധിക്കുന്നു? ഇങ്ങനെ ധാരാളം. ഒരാളെക്കുറിച്ച് ഗീബത്ത് പറയുമ്പോൾ കേൾക്കരുതെന്നാണ്. പക്ഷേ എത്രയും ആരെക്കുറിച്ച് പറഞ്ഞാലും കേട്ടാസ്വദിച്ച് ചിരിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ആളുകളെക്കുറിച്ച് പറയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. തുടങ്ങി ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞത്. ധാരാളം വിഷയങ്ങൾ. നേരത്തെ മക്കളുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ, വാ മുട്ടായി തരാം തുടങ്ങിയ വാക്കുകൾ, ഇതെല്ലാം തന്നെ നമ്മളതിൽ ഇസ്റാറാണ്. എന്താണ്? ഇത് ചെറിയ പാപമല്ലേ എന്ന് വിചാരിച്ച് അത് കണ്ടിന്യൂ ചെയ്യാണ്. തെറ്റാണെന്ന് തോന്നുന്നേയില്ല. ആ വിഷയത്തിലുള്ള ലജ്ജയില്ല, ഹയാ ഇല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതങ്ങനെ കൂടി 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 നിങ്ങളെ നശിപ്പിച്ച് കളയും, അതൊക്കെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇബ്നു ബത്താൽ പറഞ്ഞത്, അൽ മുഹഖറാത്തു ഇദാ കസുറത് സാറത് കിബാറ. നിസ്സാര തിന്മകൾ അധികരിച്ചാൽ അത് വലിയ പാപമാകും. മഅൽ ഇസ്റാർ, അതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചില റിവായത്തുകളിൽ കാണാം, ലാ സഗീറത മഅൽ ഇസ്റാർ. കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന പാപങ്ങൾ സഗീറല്ല, അത് വലുതാണ്. വലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ വൻ പാപങ്ങളുമില്ല. കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ചെറിയ തെറ്റുകളല്ല, പിന്നെന്താണത്? വലിയ തെറ്റാണ്. ചെറിയ തെറ്റുകൾ കണ്ടിന്യൂ ആയി ചെയ്യുന്നത് വലിയ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിഷയം ഗൗരവമുള്ളതാണ്. ചില സംഭവങ്ങൾ ഹദീസിൽ വന്നിട്ടില്ലേ, അതുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരം നിർവഹിക്കുകയാണ്. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിച്ചു കൊണ്ടിരിക്കെ മിഹ്റാബിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗവും കാണിച്ചു കൊടുത്തു, നരകവും കാണിച്ചു കൊടുത്തു. നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഗ്രഹണ നമസ്കാരം. നരകം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകോട്ട് വന്നു. സഹാബികൾ ചോദിച്ചു, നിങ്ങൾ മുന്നോട്ട് പോകുന്നതും കണ്ടു, പിറകോട്ട് വരുന്നതും കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുന്നോട്ട് പോയത് സ്വർഗം കാണിക്കപ്പെട്ടു, അതിലെ ഒരു മുന്തിരിക്കൊല കാണിക്കപ്പെട്ടു, അതിൽ നിന്ന് എടുക്കാൻ ഞാൻ മുന്നോട്ട് പോയതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിൽ നിന്ന് ഞാൻ പറിച്ചിരുന്നെങ്കിൽ ഈ ഉമ്മത്തിന് മൊത്തം അത് മതിയാകുമായിരുന്നു, ഞാനത് പറിക്കാൻ വേണ്ടി മുന്നോട്ട് പോയതാണ്. പിന്നെ നബിയെ നിങ്ങൾ എന്തിനാണ് പുറകോട്ട് വന്നത്? ഉടനെ തന്നെ എനിക്ക് നരകവും കാണിക്കപ്പെട്ടു, ഉടനെ ഞാൻ പുറകോട്ട് വന്നതാണ്. അതിലെന്താ കണ്ടത്? വഉരിളത് അലയ്യ അന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ഫറഅയ്തു ഫീഹ ഇംറഅതൻ മിൻ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീയെ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു നരകത്തിൽ. എന്താ പ്രശ്നം? തുഅദ്ദബു ഫീ ഹിറത്തിൻ ലഹാ, ഒരു പൂച്ചയുടെ കാര്യത്തിൽ ശിക്ഷിക്കപ്പെടുകയാണ്. റബതത്ഹാ, വീട്ടിൽ പൂട്ടിയിട്ടു, അല്ലെങ്കിൽ പുറത്തു പോകാൻ സമ്മതിക്കാതെയുള്ള ഒരു സംവിധാനം. ഫലം തുത്ഇംഹാ, ഭക്ഷണം കൊടുത്തില്ല. വലം തദഅഹാ തഅകുലു മിൻ ഖശാശിൽ അർദ്, ഭൂമിയിലേക്ക് ഇറങ്ങി ഇഷ്ടമുള്ളത് തിന്നാനും സമ്മതിച്ചില്ല, എന്നാൽ കൂട്ടിലിട്ട് ഭക്ഷണം കൊടുത്തതുമില്ല. എന്നിട്ട് ആ പൂച്ച ചത്തുപോയി. അതിൻ്റെ പേരിൽ നരകശിക്ഷ അനുഭവിക്കുകയാണ്. നമ്മൾ വളർത്തുന്ന ജീവികൾ നമ്മുടെ അശ്രദ്ധ കാരണം മരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത് അത് ഗൗരവമുള്ള വിഷയമാണ്, അത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ത്വഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശർഹ് മുശ്കിലുൽ ആസാറിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമിറ ബി അബ്ദിൻ മിൻ ഇബാദില്ലാഹ് അൻ യുദ്റബ ഫീ ഖബ്രിഹി 100 ജൽദ. അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ ഖബറിൽ വെച്ച് 100 അടി അടിക്കാൻ ഓർഡർ ഉണ്ടാവും.
ഖബർ ശിക്ഷയുടെ ഭാഗമായി 100 അടി. ഫലം യസൽ യസ്അലു വയദ്ഉ ഹത്താ സാറത് ജൽദതൻ വാഹിദ. ഖബറിൽ വെച്ച് ദുആ ചെയ്യും, പടച്ചോനെ 100 അടിയാണ് എൻ്റെ കാര്യത്ത് പറയപ്പെട്ടിട്ടുള്ളത്, അള്ളാഹു എനിക്ക് താങ്ങാൻ കഴിയില്ല, കുറയ്ക്കണേ. ദുആ ചെയ്ത് മലക്കുകളെ അടി തുടങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്ത് ഒറ്റ അടിയാക്കി കുറച്ചു കൊടുക്കും. 100 അടി ഒറ്റ അടിയാക്കി കുറയ്ക്കും. ഫജുലിദ ജൽദതൻ വാഹിദ, ഒറ്റ അടി അടിക്കും. ഫംതല ഖബ്റുഹു അലൈഹി നാറ, ഖബർ മുഴുവൻ തീ കൊണ്ട് നിറഞ്ഞു പോകുന്ന ഒറ്റ അടി. അപ്പോൾ 100 അടീൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്താ വിഷയം? ഫലം മർത്തഫാനു ഖാൽ അലാമ ജലത്തുമൂനി. അടി കിട്ടിയതിന് ശേഷമാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഇപ്പോൾ ഈ ഒരു അടി കിട്ടിയത്? കാരണം ഗൗരവം കണ്ടില്ല, ഏത് തെറ്റാണെന്നറിയുന്നില്ല, നിസ്സാരമായി പലതും ചെയ്തിട്ടുണ്ട്, ഇതിൽ ഏതിനായി അടി? ഖാലൂ, മലക്കുകൾ പറയും, ഇന്നക സ്വല്ലൈത സ്വലാത്തൻ ബിഗൈരി തുഹൂരിൻ, ശുദ്ധിയാവാതെ ഒരു നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, വുളു എടുക്കാതെ നമസ്കരിച്ചു, ജനാപത്തുകാരനായിരിക്കെ നമസ്കരിച്ചു, പാടില്ല. വുളു ഇല്ലെങ്കിൽ നമസ്കരിക്കരുത്. ആളുകൾ എന്ത് കരുതുന്നു കരുതരുത്. നമസ്കാരത്തിൽ വുളു പോയോ, എഴുന്നേറ്റ് പോകണം. കാരണം അതൊക്കെ എല്ലാം മനുഷ്യന്മാർക്കുള്ളതാണ്, ഇതൊന്നും ഇല്ലാത്ത മലക്കുകളൊന്നും എല്ലാവരും. അതുകൊണ്ട് അത്തരത്തിലുള്ള നാണക്കേടുകൾ വേണ്ട. ഞാൻ തൊഹൂറല്ല, എനിക്ക് വുളു ഇല്ല, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയിലാണ്, വലിയ അശുദ്ധിയിലാണെന്ന് അറിയുന്ന ഒരാൾ പിന്നെ നമസ്കരിക്കരുത്. അങ്ങനെ നമസ്കരിച്ചതിനാണ് 100 അടി. അത് പ്രാർത്ഥിച്ച് ഒന്നാക്കി കുറച്ചു. ആ ഒരൊറ്റ അടി കൊണ്ട് തന്നെ ഖബർ തീ കൊണ്ട് നിറഞ്ഞു പോയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകളുടെ ഖബറിൻ്റെ അടുക്കലൂടെ സ്വഹാബത്തിൻ്റെ കൂടെ നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സൗണ്ട് കേൾക്കുകയാണ്. ഫസമിഅ സൗത ഇൻസാനൈനി യുഅദ്ദബാൻ, ഖബറിൽ വെച്ച് 2 ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന സൗണ്ട് പ്രവാചകന് കേൾപ്പിക്കപ്പെട്ടു. ഫീ ഖുബൂരിഹാ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ, അവർ ശിക്ഷിക്കപ്പെടുകയാണ്, നിങ്ങളുടെ കണ്ണിൽ വലുതായ ഒരു കാര്യത്തിലല്ല ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സുമ്മ ഖാല ബല, എന്നാൽ അറിയുക അത് വൻപാപം തന്നെയാണ്. ഒന്ന്, കാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി, ശരിക്കും ശ്രദ്ധിക്കൂ, അവരിൽ ഒരാൾ മൂത്രമൊഴിക്കുമ്പോൾ മറയെടുക്കൂല, ആളുകൾ കാണാൻ അങ്ങ് ചെയ്യും. മറ്റൊന്നിലുള്ളത് ലാ യസ്തൻസിഹു മിനൽ ബൗൽ, മൂത്രമൊഴിച്ചാൽ വൃത്തിയായി കഴുകൂല. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, കഴുകണം. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിലുള്ള ടോയ്ലറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കാൻ എത്ര സംവിധാനം കൂടിയാലും ആ പണ്ടത്തെ ആ സൂക്ഷ്മത കിട്ടൂല. അവിടെ ഇവിടെയൊക്കെ നമ്മളൊരു ടോയ്ലറ്റിലേക്ക് കയറിയാൽ അവിടെ ഇവിടെയൊക്കെ കാണാം. ഒരു മുസ്ലിം അങ്ങനെ ചെയ്യരുത്, വൃത്തിയാക്കണം. അടുത്ത ആൾ വരാനുള്ളതല്ലേ, വൃത്തിയാക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് ആ നജസ് വരാൻ പാടില്ല. എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതിൽ ഗൗരവം കാണാതിരുന്നു, അതിനാണ് ഖബറിൽ ആ ശിക്ഷ എന്നാണ്. ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഔറത്ത് മറയ്ക്കണം. ചില ആളുകൾക്ക് ഔറത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ആര് കണ്ടാലെന്ത് പോയാലെന്ത്, ഒരു വിഷയമല്ല, പാടില്ല, ശിക്ഷിക്കപ്പെടുന്നു ഖബറിൽ. 2-മത്തെ ആളോ, വക്കാനല്ലാഹറു യംശി ബിൻ നമീമ, നമീമത്ത്, ഇവിടെ കേട്ടത് അവിടെ പറയാം, അവിടെ കേട്ടത് ഇവിടെയും പറയാം. എന്നിട്ട് 2 ആളുകളെ തമ്മിൽ എരുകേറ്റി അവരെ തമ്മിൽ പറഞ്ഞ് തെറ്റിച്ച് ആഹ്ലാദിക്കുക. ശിക്ഷിക്കപ്പെടും ഖബറിൽ, ശ്രദ്ധിക്കണം. ഇനി കേട്ടോളൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖൈബർ യുദ്ധത്തിൽ സ്വർണവും വെള്ളിയൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ കുറേ ഒട്ടകങ്ങൾ, ആട്, അതേപോലെയുള്ള കുറച്ച് സാധനങ്ങൾ, ഇതാണ് ഗനീമത്തായി കിട്ടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അടിമയെ സമ്മാനമായി ലഭിച്ചിരുന്നു. ഈ അടിമയുടെ പേര് മിദ്അം എന്നാണ് പേര്. മിദ്അം എന്ന പേരുള്ള ഒരു അടിമയെ ഖാദിമായി ഒരാൾ സമ്മാനമായിട്ട് കൊടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വഴിമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ച് പിന്നീട് ഒട്ടകപ്പുറത്ത് കയറാൻ നിൽക്കുമ്പോൾ നബിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന വേളയിൽ അതാ എവിടെ നിന്നാണെന്നറിയില്ല, ജാ സഹ്മുൻ ആയിർ, ആരാണ് എയ്തത് എന്നറിയാത്തൊരു അമ്പ് വന്നിട്ട് ആ അടിമയുടെ ശരീരത്തിൽ തുളച്ചു കയറി അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഫഖാലന്നാസ്, അപ്പം ജനങ്ങൾ പറഞ്ഞു, ഹനീ അല്ലഹു ഷഹാദ, ഷഹീദ് ഷഹീദ് ഷഹീദ്. പല ആളുകളും യാതൊരു ദലീലുമില്ലാതെ പറയാൻ ശ്രമിക്കുന്ന വാക്കാണ് ഷഹീദ്. ഷഹീദ് ഗൗരവമുള്ള വാക്കാണ്. നബിയുടെ മുന്നിൽ വെച്ച്, കൺമുന്നിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖാദിമിന് ഒരമ്പ് വന്ന് തറച്ചിട്ട് നബിയുടെയും സഹാബത്തിൻ്റെയും മുന്നിൽ
മരിച്ചു വീണിട്ട് ഷഹീദാണെന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ബലാ, ഏയ് വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ഇന്ന ശംലതല്ലതി അസാബഹാ യൗമ ഖൈബറ മിനൽ മഗാനിബി ലം തുസിബ്ഹൽ മഖാസിമു ലതഷ്തഇലു അലൈഹി നാറാ. ഖൈബറിൻ്റെ ഗനീമത്ത് സ്വത്തിൽ വിഭജിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എടുത്തൊരു ഷാളുണ്ട്. ഒരു ഷാൾ, സ്വർണവും വെള്ളിയൊന്നല്ല, ഒരു പുതയ്ക്കുന്ന ഒരു കുപ്പായ നബി കൊടുക്കുന്നതിന് മുമ്പ് എടുത്തു. അത് തീ കൊണ്ട് നിറയുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. അതിനെ തീയാക്കി അള്ളാഹു പുതപ്പിക്കുകയാണ്, അർഹതപ്പെടാത്തതെടുത്താൽ. ഇത് കേട്ടപ്പോൾ ഫജാഅ റജുലുൻ ഹീന സമിഅ ദാലിക മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിറാക്കിൻ ഔ ബിശിറാക്കിൻ. പിന്നെ അത് ഒന്നോ രണ്ടോ ആളുകൾ, ഷിറാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൂ കെട്ടുന്ന കയറ്, ചെരുപ്പ് കെട്ടുന്ന കയറ്, ഷിറാക്കുമായി ഓരോരുത്തർ വരികയാണ്. കാരണം അവരും ഇതേപോലെ ചോദിക്കാതെ എടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഷിറാഖുൻ ഔ ഷിറാഖാനി മിന്നാർ, നരകത്തിലെ കയറുകളാണ് കേട്ടോ അതൊക്കെ. ചെറുതാന്ന് വിചാരിക്കരുത്. ഒരു ദിർഹം, ഒരു ഫിൽസ് പോലും ചെറുതല്ല, ഗൗരവമുള്ളതാണ്. ഷൂ കെട്ടുന്ന കയറ് പോലും ചെറുതല്ലെങ്കിൽ, ഒരു ഷാള് പോലും. യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, പക്ഷേ നബി ഓഹരി വെക്കുന്നതിന് മുമ്പ് എടുത്തു. അതാണ് വിഷയം. ഗൗരവമുള്ളതല്ലേ, ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ച ആളോട് പറഞ്ഞു, കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ലാ അസ്തതി, അയാളുടെ മറുപടിയാണ്, എനിക്ക് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അസ്തതഅത്, എന്നാ പറ്റാതിരിക്കട്ടെ. കൈ കുഴഞ്ഞുപോയി. പിന്നെ കൈ ഉയർത്താൻ പറ്റിയിട്ടില്ല എന്നാ, മരിക്കുന്നവരെ വലത് കൈ ഉയർത്താൻ പറ്റിയില്ല. കാരണം എന്താ? നബിയോട് ധിക്കരിക്കുകയാണ്. ലാ അസ്തതി, എനിക്ക് പറ്റൂല, ഞാൻ അടുത്ത കൈ കൊണ്ടേ കൊടുക്കും. ശ്രദ്ധിക്കണം, ഈ ഹദീസ് വലത് കൈ കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് തിന്നണമെന്ന ഹദീസ് ആവർത്തിച്ച് കേട്ടിട്ടും പിന്നെയും ഇടത് കൈയിൽ എടുക്കുന്നവരും ശ്രദ്ധിക്കുക. ഇവിടെ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഖബറിൽ റബ്ബ് പിടിക്കും. നിസ്സാരമായി കരുതരുതൊന്നിനെയും. ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. വേദനയേറിയ ശിക്ഷ വരുന്നതിന് അവർ കാത്തുകൊള്ളട്ടെ. ചെറിയ തെറ്റുകൾ, അതിനോട് ഗൗരവം കുറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരടിമ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നുണ്ടെന്നാണ്. അതെങ്ങനെ നമുക്കറിയില്ല, ഗൈബിയായ ഒരു കാര്യമാണ്. പക്ഷെ അത് ഹക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഓപ്പറേഷൻ ചെയ്താലൊന്നും സർജറി ചെയ്താലൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ അത് വരുന്നുണ്ട്. തൗബ ചെയ്താൽ ഉടനെ അത് കഴുകപ്പെടുന്നു എന്നാണ്. തൗബ ചെയ്യുന്നില്ലെങ്കിൽ ഇത് കൂടി 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 പല പരസ്യങ്ങളിലും പറയുന്നത് പോലെ ആ കറ കൂടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കറ കൂടും. അത് മറ്റു മാർഗ്ഗങ്ങളില്ല, തൗബയല്ലാതെ മാർഗ്ഗമില്ല. റസൂലുള്ളാഹി എന്നിട്ട് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് പറയാണ്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അവരുടെ ഹൃദയത്തിന് പരുഷത ഉണ്ടാക്കിയിരിക്കുന്നു. തിന്മകൾ അടിഞ്ഞുകൂടി പിന്നെ അതൊന്ന് മാറാൻ കഴിയാത്തൊരു തരം അഡിക്ഷൻ വരുന്ന തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചാൽ അത് ചെറിയ പാപങ്ങളാണെങ്കിലും പിന്നെ അതിന്ന് പിന്മാറാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഭയപ്പെടുക. പരിശുദ്ധ റമളാൻ മാസം ലഅല്ലക്കും തത്തഖൂൻ എന്നാണല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ഞാനും നിങ്ങളും ഗൗരവത്തിൽ കാണുക. ചെറിയ പാപങ്ങളാണെന്ന് കരുതി അതിൽ ഉറച്ചു നിൽക്കരുത്. എല്ലാറ്റിനെയും ഒഴിവാക്കുക. തൗബ ചെയ്യുക, ഹൃദയത്തെ വൃത്തിയാക്കുക, ശുദ്ധീകരിക്കുക. തൗബയുള്ളൊരു മനസ്സോടുകൂടി റമളാൻ നമ്മിൽ നിന്ന് വിട പറയണം. മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അബഅദഹുല്ലാഹ്, അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയട്ടെ. ഫദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടട്ടെ എന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. അതിന് അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞതൊന്നും ഞാനും നിങ്ങളും മറന്നു പോവാതിരിക്കുക. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, അധ്വാനിക്കുക. നിസ്സാരമായി കരുതുന്ന തിന്മകളെയെല്ലാം ഒഴിവാക്കി നല്ല ഒരു മുസ്ലിമായി, നല്ലൊരു മനുഷ്യനായി ഈ റമളാനിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കണം. അതിനുള്ള തൗഫീഖ് ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ സിയാമും ഖിയാമും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് അല്ലാഹു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും എല്ലാം നൽകുമാറാകട്ടെ. എല്ലാ രാജ്യങ്ങളിലും അല്ലാഹു സമാധാനം നൽകട്ടെ. സമാധാനത്തെ കെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാക്കുമുല്ലാഹു ഖൈറാ.